കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂർ അഴീക്കോട് ശ്രീ പത്മം വീട്ടിലാണ്. ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് BJPയുടെ ദേശീയ തലത്തിലുള്ള നേതാവ്, മുൻ സംസ്ഥാന പ്രസിഡന്റ്, കണ്ണൂരുകാർക്ക് ഏറ്റവും സുപരിചിതനാണ്, കേരളം മുഴുവൻ അറിയപ്പെടുന്ന BJPയുടെ തല മുതിർന്ന നേതാവായ ശ്രീ CK പത്മനാഭനാണ്. CK പത്മനാഭൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ പേര് പറയണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയണം, കാരണം കുറച്ച് വലിപ്പമുണ്ട്. ശ്രീകണ്ഠാപുരം കോട്ടൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ചേക്കൂറ കേളോത്ത് കുറ്റ്യാട്ട് പത്മനാഭൻ നമ്പ്യാർ. ഭയങ്കര നീളമാണ് പേരിന്, പക്ഷേ നമ്മളെപ്പോഴും CKP എന്നാണ് വിളിക്കുക. CK പപ്പേട്ടൻ എന്ന് പറഞ്ഞാൽ ജനപ്രിയനാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുക. മുടിയും ആ ഡ്രസ്സും ഒക്കെ എപ്പോഴും ഒരു പുഞ്ചിരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായ CK പത്മനാഭൻ എന്ന പപ്പേട്ടനോടൊപ്പമാണ് ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി ടീമുള്ളത്. പപ്പേട്ടൻ്റെ രാഷ്ട്രീയം അര നൂറ്റാണ്ട് പിന്നിടുകയാണ്, 55 വർഷം. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് തുടക്കം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ. പിന്നെ സംഘപരിവാർ, ജനതാ പാർട്ടി, അങ്ങനെ ഇപ്പോൾ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായി നിൽക്കുന്നു. നിരവധി തിരഞ്ഞെടുപ്പുകളിൽ, അത് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിച്ചിട്ടുള്ള പപ്പേട്ടൻ എന്ന CK പത്മനാഭനിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. എന്താണ് CK പത്മനാഭൻ? ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ വഴികൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണ്? ജീവിത പശ്ചാത്തലം എന്താണ്? നമുക്കൊന്ന് കണ്ണോടിക്കാം. പപ്പേട്ട, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും സുപരിചിതന, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്കിടയിൽ ഒരു സജീവ സാന്നിധ്യമായി എന്നും പുഞ്ചിരിക്കുന്ന മുഖവുമായി കാണുന്ന താങ്കളിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ശ്രീകണ്ഠാപുരം കോട്ടൂരിലാണ് ജനനം, അല്ലേ? അതെ. വിദ്യാർത്ഥി, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ്. മാതാപിതാക്കളുടെ പേരെന്താണ്? അവരുടെ മാതാപിതാക്കൾ, അച്ഛൻ്റെ പേര് അനന്തൻ നമ്പ്യാർ. അച്ഛൻ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാവുമ്പായി കർഷക സമരത്തിനായിട്ട് ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ പോലീസ് MSP ക്യാമ്പിൽ തടവുപുള്ളിയാക്കി മാറ്റിയിരുന്നു ആ സമയത്ത്. പക്ഷേ അധികമൊന്നുമില്ല, പെട്ടെന്ന് റിലീസ് ചെയ്തു. അമ്മ CK ദേവകി അമ്മ. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്, കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് കൃത്യമായിട്ട് പറയാം. പിന്നെ ഒരു ഇടത്തരം കർഷക കുടുംബമാണ് പിന്നെ ഞങ്ങളുടെ കുടുംബം. ഇടത്തരം കർഷക കുടുംബം എന്ന് പറഞ്ഞാൽ സാമാന്യം പലതരത്തിലുള്ള ജീവിത പ്രാരബ്ധങ്ങളെ നേരിട്ട ഒരു കുടുംബമാണ്. എത്ര മക്കളായിരുന്നു പെട്ടെന്ന്? 6 പേര്. എത്ര പെണ്ണും എത്ര ആണോ? അത് പിന്നെ ഞങ്ങളെല്ലാവരുടെയും മൂത്ത ജ്യേഷ്ഠത്തി. പിന്നെ ഞങ്ങൾ 5 ആണുങ്ങളാണ്. 5 ആണും ഒരു പെണ്ണും. 5 ആണുങ്ങൾ കൂടി ഒരു പൊന്നോമന പെണ്ണ്. അതെ. ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത. ഇപ്പോഴും സാമാന്യം നല്ല ആരോഗ്യത്തോടു കൂടി ഇടത്തി കല്യാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. മക്കളെ മക്കളും ഒക്കെയായി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു ഇടത്തി. പിന്നെ എൻ്റെ നേരെ മൂത്ത ആൾ നേരത്തെ മരിച്ചു, ഭാസ്കരൻ എന്ന്. പിന്നെ എൻ്റെ താഴെ 3 അനുജന്മാരുണ്ട്. അവരൊക്കെ വേറെ കൊട്ടൂർ തന്നെ, പ്രത്യേകം കോട്ടൂരിൽ തന്നെ എല്ലാവരും. മാതാപിതാക്കള്? അതെ, മാതാപിതാക്കൾ നേരത്തെ മരിച്ചു. താങ്കൾക്ക് എത്ര വയസ്സുള്ളപ്പോൾ? അത് ഇപ്പം മരിച്ചിട്ട് ഞാൻ മുതിർന്നതിന് ശേഷം നന്നായിട്ട് മുതിർന്ന് ഞാൻ ഈ പിന്നെ പാർട്ടി പ്രവർത്തനമായിട്ട് കോഴിക്കോട് പിന്നെ ഉണ്ടായിരുന്ന സമയത്താണ് അച്ഛൻ്റെ മരണ വാർത്ത വരുന്നത്. അത് കോഴിക്കോട് ജില്ലയിൽ അങ്ങ് കട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പൊതുയോഗം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഓഫീസിൽ വന്ന സമയത്താണ് അച്ഛൻ്റെ മരണം അറിയുന്നത്. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന് അതിൽ പിന്നെ എല്ലാ കർമ്മത്തിലൊക്കെ പങ്കെടുത്തു. ബാക്കി ചടങ്ങുകളിലൊക്കെ പിന്നീട് പങ്കെടുത്തു. അമ്മ മരിച്ചിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. പിന്നെ അമ്മ പക്ഷെങ്കിൽ 94-95 വയസ്സായിരുന്നു അമ്മക്ക്. അച്ഛനാണ് ആദ്യം മരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കർഷക കുടുംബമാണ്. സമര പശ്ചാത്തലമുള്ള ഒരു കുടുംബം. കാവുമ്പായി സമര പശ്ചാത്തലമുണ്ട്. കാരണം കാവുമ്പായി സമരത്തിൻ്റെ വാർഷികം പിന്നെ ആചരിച്ച സമയത്തൊക്കെ അച്ഛൻ എന്നെയും കൂട്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ പോകാറുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ്, വള്ളി ട്രൗസറൊക്കെ ഇട്ട് ചെറിയൊരു പിന്നെ ഞങ്ങൾ പുഴ കടന്നിട്ട് നടന്നിട്ടാണ് പോവുക. കോട്ടൂർ പുഴയിൽ കുറേ ദൂരം കൂട്ടുമുഖത്താണ്. പിന്നെ കൂട്ടുമുഖത്താണ് ഈ സമ്മേളനം നടക്കാറ്. വളണ്ടിയർ മാർച്ചും
വലിയ സമ്മേളനം. റെഡ് വളണ്ടിയർമാർ. റെഡ് വളണ്ടിയർമാർ ചുവപ്പിൽ കുതിർന്ന. അതെ അതെ അതെ, അത് വലിയൊരു ആവേശമാണ്. കൗമ്പായി പിന്നെ സമരം രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെ അച്ഛൻ കൂട്ടിയിട്ട് കൊണ്ടുപോകാമായിരുന്നു. ഒരു തവണ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് അതിൽ AKGയും ഇമ്പിച്ചി ബാബയുമായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ പിന്നെ ഈ ചൈനീസ് വാറിൻ്റെ ആ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല അവർ. ഞാനത് ഓർമ്മിക്കുന്നുണ്ട് ശരിക്കും. രണ്ടുപേരും പിന്നെ അറസ്റ്റിലായിരുന്നു. പിന്നെ എന്നാൽ വളരെ കുട്ടിയാണ്. അത് ഭയങ്കര ആവേശമായിരുന്നു. അത് ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് ആളുകളുടെ ഈ പിന്നെ ബാൻഡൊക്കെ മുട്ടി. പിന്നെ ഈ ഒറ്റയടി പാതയിലൂടെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് ആളുകൾ പോയി ഒറ്റയടി പാതയിലൂടെ. ഇന്നത്തെ പോലെ വലിയ റോഡിൻ്റെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ അത് ആ കാലഘട്ടത്തിൽ അതൊരു വലിയ ഒരു യഥാർത്ഥ വിപ്ലവത്തിൻ്റെ ഒരു വഴിയായിരുന്നു അന്നത്തെ ആ വഴി എന്ന് പറയുന്നത്. പിതാവിൻ്റെ കൈ പിടിച്ച് അച്ഛൻ എന്നെ കൂട്ടിയിട്ട് പോകാം. എനിക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ ജ്വരം ശരിക്കും എൻ്റെ തലയിൽ എത്രാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്? അതെനിക്ക് തോന്നുന്നത് 10, 11, 12 വയസ്സും ഒക്കെ അതിനു മുമ്പ് തന്നെ 9, 10, 11 ആ വയസ്സിലൊക്കെ തന്നെ ഈ രാഷ്ട്രീയമാണ് കാണുന്നത്. പിന്നെ അന്നത്തെ അമ്മ ജാഥക്കൊന്നും പോകില്ല. പക്ഷേ പിന്നെ വോട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കൃത്യമായിട്ട് ചെയ്യും. പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ തലമുറ എന്ന് പറയുന്നതൊക്കെ കർഷകരാണ്. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെ നാരായണ നമ്പ്യാർ, കൃഷ്ണൻ നമ്പ്യാർ, ഇങ്ങനെ കുറേ കൃഷിക്കാരുണ്ട്. അപ്പോൾ കർഷക സമരം എന്ന് പറയുന്നത് ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരമാണ്. അപ്പോൾ ജന്മിത്വം ഉണ്ടായിരുന്നത് കൊണ്ട് അന്നെല്ലാം ഈ കൃഷിക്കാർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. കാരണം അവർ കൃഷി ചെയ്തിട്ട് നെല്ല് കൊയ്ത് പിന്നെ മുറ്റത്തെത്തി അത് മെതിച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ ഓഹരി വാങ്ങാൻ വേണ്ടിയിട്ട് ജന്മി ചാക്കും തൊഴിലാളികളൊക്കെ ആയിട്ട് വരും. അപ്പോൾ വലിയൊരു ഓഹരി ജന്മിയുടെ പക്ഷത്തേക്ക് പോകും. പിന്നെ ബാക്കി വരുന്നതാണ് ഈ യഥാർത്ഥ കൃഷിക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ആ സമരം. പിന്നെ ആ കാലഘട്ടത്തിൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സമരം എന്ന് പറയുന്നത് ഈ ജന്മിത്വത്തിനെതിരായി നടന്നിട്ടുള്ള വലിയ ഒരു വിപ്ലവ സമരമായിരുന്നു. ആ സമരം വിജയിച്ചപ്പോൾ ഒരുപാട് കൃഷിക്കാർ ഞങ്ങളൊക്കെ തന്നെ അന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? കാരണം ഈ പാട്ടം കൊടുക്കേണ്ട, വാരം കൊടുക്കേണ്ട. അപ്പോൾ അധ്വാനിച്ച് ഭൂമിയിൽ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം നമുക്ക് തന്നെ എടുക്കാം, ഉപയോഗിക്കാം. അപ്പോൾ ജന്മിത്വം അവസാനിപ്പിച്ച നടപടി വന്നപ്പോൾ അങ്ങനെയുള്ള ആ ജന്മിത്വത്തിൻ്റെ കീഴിൽ വലിയ ദാരിദ്ര്യവും ദുരിതവും അനുഭവിച്ചിരുന്ന കർഷക സമൂഹത്തിന് വലിയൊരു മോചനം കിട്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ മുന്നേറ്റം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമം, കമ്മ്യൂണിസ്റ്റ് കുടുംബം, മാതാപിതാക്കൾ, പിതാവ് കൈപിടിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. തീർച്ചയായിട്ടും അന്ന് സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വന്നിട്ടില്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ. അപ്പോൾ ഹൈസ്കൂളുകളിലും മറ്റും പഠിക്കുന്ന സമയത്ത് അവിടെ ശ്രീകണ്ഠപുരം ഹൈസ്കൂളിൽ നടന്നിട്ടുള്ള ചില പ്രതിഷേധ സമരങ്ങൾ അത്രയൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ ഈ ഒരു ഇടതുപക്ഷ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ കുട്ടികളുടെ ജാഥ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാലസംഘം എന്ന രീതിയിലൊന്നും ഇന്നത്തെ രീതിയിൽ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ കുട്ടികൾ ചുവന്ന കൊടിയൊക്കെ പിടിച്ചിട്ട് ഈ ഇടവഴിയിലൂടെയും ഒറ്റയടി പാതയിലൂടെയും തെരഞ്ഞെടുപ്പിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് TC നാരായണൻ നമ്പ്യാർ മത്സരിച്ചിരുന്നു ഇരിക്കൂർ ഫർക്കയിൽ. എനിക്കൊന്ന് CH മൊയ്തു ഹാജി TC നാരായണൻ നമ്പ്യാരുമായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ TC നാരായണൻ നമ്പ്യാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ വലിയ ഇനീഷ്യേറ്റീവ് നേതാവാണ്, വലിയ വിപ്ലവകാരി. മുദ്രാവാക്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ മുദ്രാവാക്യങ്ങളൊന്നും അത്ര ഇതില്ല. പക്ഷേ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ആയുധമുണ്ടല്ലോ, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നൊക്കെയുള്ള ആ ഒരു വളരെ ശക്തമായിട്ട് വളരെ ശക്തമായിട്ട്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇരിക്കൂർ MLA ആയിരുന്ന കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വളരെ സത്യസന്ധനായിട്ടുള്ള വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് കുഞ്ഞിക്കണ്ണൻ. ഇരിക്കൂർ MLA ആയിരുന്നു അദ്ദേഹം മലപ്പട്ടത്താണ്. അപ്പോൾ മലപ്പട്ടത്ത് അദ്ദേഹം കാൽനടയായിട്ട് വന്ന് ഈ മടത്തുമൂല വഴി അങ്ങനെ വന്ന് നമ്മുടെ ഈ സഖാക്കളുടെ വീടുകളിലൊക്കെ കയറി എൻ്റെ വീട്ടിൽ വരും. അച്ഛൻ അനന്തേട്ടനെ വിളിക്കുക, എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് ഈ മാഷ് നേരെ കോട്ടൂർ പുഴ, മുട്ടൻ്റെ അത്രയും വെള്ളം ഉണ്ടാവും, ആ പുഴയും താണ്ടി നേരെ കൂട്ടുമുഖത്തേക്ക് പോയി. കൂട്ടുമുഖത്ത് ഒരു ചായക്കടയിലൊക്കെ ഇരുന്ന് അവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഉള്ള ഒരു കാലമുണ്ട്. അപ്പോൾ എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലപ്പെട്ടതൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരക മന്ദിരങ്ങളൊക്കെ എവിടെയുണ്ട്. പക്ഷെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എപ്പോഴും ബീഡി വലിക്കുമായിരുന്നു അദ്ദേഹം. തുരുതുരാ ബീഡി ചെയിൻ സ്മോക്കറായിരുന്നു. അങ്ങനെ എന്തോ കാര്യമായ രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെയുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ, അവർ വീടുകളിൽ വരും. വീട്ടിൻ്റെ കോലായിൽ മീറ്റിങ്ങുകളുണ്ടാവും. അപ്പോൾ അവർ പിന്നെ നമ്മളെ കുട്ടികളായിരിക്കുന്നത് കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തിൽ പിന്നെ പെരുമാറും. അപ്പോൾ ഒരു കുടുംബ ബന്ധം, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ലാളിത്യവും അവരുടെ ഒരു ആദർശബോധവും അവരുടെ ഒരു കുടുംബ ബന്ധവും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. അങ്ങനെ മൊത്തത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി ആ പിതാവിൻ്റെ ആ പാതയിൽ എന്നുള്ളത് എപ്പോഴാണ് താങ്കളിലൊരു സംഘപരിവാർ ബോധം വരുന്നത്? ഒരു RSSലേക്ക് താങ്കളെ നയിച്ച എന്താണ് അതിന്? അത് വരുന്നത് 1967 ഒരു ഇലക്ഷൻ. അപ്പോൾ ഇവിടെ കേരളത്തിൽ സപ്തകക്ഷി മുന്നണി EMSൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇവിടെ മത്സരിച്ചു. ശക്തമായ മത്സരമായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ആ സമയത്ത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പ്രാദേശിക തലത്ത് പിന്നെ നന്നായിട്ട് പ്രവർത്തിച്ച ആളുകളും. താങ്കൾ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ EMSൻ്റെ പിന്നെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നു. ആ സമയത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും സംസ്ഥാന അസംബ്ലിയിലേക്കും തിരഞ്ഞെടുപ്പ് നടന്ന സമയം. പക്ഷേ റിസൾട്ട് മൊത്തത്തിൽ ഒരു കോൺഗ്രസ്സിന് വലിയ ക്ഷീണം സംഭവിക്കുന്ന ഒരു റിസൾട്ടാണ് വന്നത്. കോൺഗ്രസിൻ്റെ വൻ തോക്കുകളൊക്കെ പരാജയപ്പെട്ടിരുന്നു ആ സമയത്ത്. SK പട്ടേൽ തോറ്റിരുന്നു, കാമരാജ് തോറ്റിരുന്നു. അങ്ങനെയുള്ള പിന്നെ വലിയ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ കോൺഗ്രസ് വിരുദ്ധ മനോഭാവം വന്നു. പക്ഷേ അവർ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി 67 അപ്പോൾ കോൺഗ്രസ് തളർന്നപ്പോൾ ആ രംഗത്തേക്ക് വന്നത് ജനസംഘമാണ്, ഭാരതീയ ജനസംഘം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് ശരിയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ EMSൻ്റെ സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വന്നു. പിന്നെ തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഗവൺമെൻറ് വന്നു. പിന്നെ വടക്കേ ഇന്ത്യയിലുടനീളം വന്നത് ജനസംഘമാണ്. ഈ ജനസംഘത്തിന് അന്നൊരു സംഘപരിവാർ സംഘം എന്നുള്ളൊരു ഫീൽ ഇല്ല. അങ്ങനെ ഇല്ല. ഭാരതീയ ജനസംഘം ഒരു പൊളിറ്റിക്കൽ പാർട്ടി. പിന്നെ അന്ന് പിന്നെ നല്ല ഒന്നാന്തര അടൽ ബിഹാരി വാജ്പേയി, പിന്നെ ലാൽകൃഷ്ണ അഡ്വാനി, പിന്നെ ബൽരാജ മധോക്ക് എന്ന് പറഞ്ഞൊരു വലിയ നേതാവുണ്ടായിരുന്നു. അങ്ങനെ വലിയ തലയെടുപ്പുള്ള നേതാക്കളുണ്ട്, പ്രശസ്തരായ നേതാക്കന്മാരുടെ നല്ലൊരു നിരയുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ ഹൃദയ ഭൂമിക എന്ന് പറയുന്ന മേഖലകളിലൊക്കെ ജനസംഘം വളരെ നല്ല നിലയിൽ വിജയിച്ചു. അത് പലയിടത്തും അധികാരത്തിൽ വന്നു. ഒറ്റക്കല്ല, അന്ന് സംയുക്ത വിധായക ദൾ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടായിരുന്നു. ആ സംയുക്ത വിധായക ദളിൽ പിന്നെ ജനസംഘം, പിന്നെ കോൺഗ്രസിൻ്റെ ചില ആളുകൾ, ബീഹാറിൽ CPI ഉണ്ടായിരുന്നു. ഈ മുന്നണി ബീഹാറിൽ CPI ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശ്, ഹരിയാന, അതുപോലെ ഡൽഹിയിൽ വലിയ വിജയം നേടി. ഡൽഹിയിലെ പാർലമെൻറ്റ് സീറ്റിൽ വലിയ വിജയം നേടി. മധ്യപ്രദേശിൽ നേടി, ഉത്തർപ്രദേശിൽ നേടി. മധ്യപ്രദേശിലൊക്കെ സംയുക്ത ഗവൺമെൻറ് വന്നു, ഉത്തർപ്രദേശിൽ വന്നു. അങ്ങനെയുള്ള ആ ഒരു മുന്നേറ്റം സ്വാധീനിച്ചു എന്നാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുവരെ കോൺഗ്രസിൻ്റെ ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഒരു ചിത്രം. കോൺഗ്രസിന് പകരം കോൺഗ്രസിൻ്റെ ബദൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടി, ചൂഷകന്മാരുടെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെയും കൃഷിക്കാരുടെയും താല്പര്യങ്ങൾ. അത് കേരളത്തിൽ, ഇന്ത്യയിലുടനീളം ജനസംഘം എന്നുള്ളതായിരുന്നു പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അപ്പോൾ താങ്കൾ ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണ്. അല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ താങ്കൾ ഈ ജനസംഘത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതെ, അതെങ്ങനെയാ വീട്ടിലൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് ആ സംവിധാനത്തിലേക്ക് പോകുന്നത്? ഇപ്പം താങ്കളുടെ ഗ്രാമം കമ്മ്യൂണിസ്റ്റ് ഗ്രാമം, കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബം, അവിടെ നിന്ന് ഒരാൾ പെട്ടെന്ന് ജനസംഘം ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ ജനസംഘം ഇല്ലല്ലോ അത്ര ശക്തമായി. അപ്പോൾ എങ്ങനെ അങ്ങനെ ശക്തമായ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന താങ്കൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കോട്ടയിൽ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിൽക്കുന്ന ഒരാൾ അത്ര ശക്തമല്ലാത്ത ജനസംഘം എന്ന സംവിധാനത്തിലേക്ക് എങ്ങനെ പോകുന്നു? അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കാണോ പോകുന്നത്, യുവജന പ്രസ്ഥാനത്തിലേക്കാണോ പോകുന്നത്? അത് ദേശീയ രാഷ്ട്രീയത്തിൽ ആ പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനവിധിയും അതിൻ്റേതായിട്ടുള്ള സ്വാധീനവും അത് കാര്യമായിട്ട് വന്നു. അത് കാര്യമായിട്ട് വന്നത് മാത്രമല്ല, അപ്പോൾ ജനസംഘത്തെക്കുറിച്ച് ചിന്ത വരുന്നത് എങ്ങനെയാണ്? ജനസംഘം ഉണ്ടല്ലോ, കോൺഗ്രസിന് ബദലായിട്ട് ഇങ്ങനെയൊരു സംഘടന ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത ആദ്യമായിട്ട്
അത് എത്രാം വയസ്സിൽ താങ്കൾക്ക് വരുന്നുണ്ട് ശരിക്കും? അതെനിക്ക് തോന്നുന്നത് 16 അപ്പോൾ 16-17 വയസ്സിലൊക്കെ പിതാവിൻ്റെ കൂടെ എല്ലാ സമര രംഗത്തും പോകുന്ന ഒരാളാണ് പിതാവിനോട്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ അത് ഷെയർ ചെയ്തോ പിതാവിനോട്? അല്ല, പിതാവ് എപ്പോഴും അതിശക്തമായിട്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളെന്ന് മാത്രമല്ല EMS AKG ഒക്കെ വളരെ ഭക്തിഭാവത്തിൽ കാണുന്ന ഒരാളാണ്. താങ്കളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ? എനിക്ക് ആ ഭക്തി ഉണ്ട്. തീർച്ചയായിട്ടും സ്നേഹവും ആരാധനയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള താങ്കൾ എങ്ങനെയാണ് ഈ ജനസംഘത്തിലേക്ക്? അപ്പൊ ജനസംഘത്തെ കുറിച്ച് ചിന്തിക്കുന്ന എവിടുന്ന? അത് കഴിഞ്ഞിട്ട് 67 ഈ ഇലക്ഷൻ റിസൾട്ട് വന്നല്ലോ. 67 ഡിസംബർ ലാസ്റ്റ് പിന്നെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം 14ാം വാർഷിക സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. അതിന് വ്യത്യാസം വരുന്ന എവിടെയാണ്? അപ്പോൾ കോഴിക്കോട് 14ാം വാർഷിക സമ്മേളനം, കോഴിക്കോടൊന്നും കേരളത്തിൽ ജനസംഘമേ ഇല്ല. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ആളുകൾ എവിടെയും ഇവിടെയുള്ളൂ. പക്ഷേ ഈ ജനസംഘത്തിൻ്റെ ഈ നേതാക്കളുണ്ടോ, അഖിലേന്ത്യാ നേതാക്കൾ, അതിൽ പ്രത്യേകിച്ച് ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹം ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹം ഈ എവിടെയാണ് അടുത്ത വാർഷിക സമ്മേളനം നടത്തേണ്ടത് എന്ന ചർച്ച നടന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നമുക്ക് വടക്ക് അധികാരമുള്ള പിന്നെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ച് പിന്നെ നടത്താം, അപ്പോൾ ഭരണത്തിൻ്റെ സകല സൗകര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നപ്പോഴേ ഈ ദീനദയാൽ ഉപാധ്യായ അദ്ദേഹം ഒരു വലിയ ക്രാന്തദർശിയായിട്ടുള്ള ഒരു വലിയ നേതാവാണ്. അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ ഒന്നുമല്ല നടത്തേണ്ടത്, കേരളം നമ്മൾ ശ്രദ്ധിക്കണം, കേരളത്തിലാണ് പിന്നെ നമ്മൾ ഈ സമ്മേളനം നടത്തേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ 14ാം വാർഷിക സമ്മേളനം കേരളത്തിൽ വന്നപ്പോൾ കേരളം മൊത്തത്തിലത് ശ്രദ്ധിച്ചു. അതിനുള്ള പിന്നെ വളരെ സംഘടിതമായ പരിശ്രമമൊക്കെ അത് വിജയിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും താങ്കൾ ഈ സംഘടനയിൽ എത്തിയോ? ആ സംഘടനയിൽ 67 ലാസ്റ്റ് ഈ വാർഷിക സമ്മേളനം വരുമ്പോഴത്തേനും സംഘടനയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനം. അല്ല, ആരായിരിക്കും ആദ്യം ഇപ്പോൾ ഈ കോട്ടൂർ പോലുള്ള ഒരു സ്ഥലത്ത് ശ്രീകണ്ഠാപുരത്തുള്ള താങ്കൾ അന്ന് ഒരു ചെറിയ CK പത്മനാഭൻ ചെറിയൊരു പയ്യൻ, 17 വയസ്സുള്ള പയ്യൻ, ആരാണ് ഈ ജനസംഘത്തിലേക്ക് ആകർഷിക്കാൻ അവിടെ ഒരാളുണ്ടായിരുന്നോ? അതിനൊരു ലിങ്ക് ഉണ്ടാവില്ല. ഇപ്പോൾ താങ്കൾ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു ലിങ്ക് ഉണ്ടാവില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാതാപിതാക്കൾ കൂടെ ഉണ്ട്, അതിനൊരു ലിങ്ക് ഉണ്ട്. ജനസംഘത്തിലേക്ക് താങ്കൾ അടുപ്പിച്ച ഒരു ലിങ്ക് ഏതാണ്? അത് നമ്മുടെ ഒരാള് അത് നമ്മുടെ തളിപ്പറമ്പിലുള്ള ഒരു കടച്ചിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ കടച്ചിക്കണ്ണനായിട്ട് ഈ കടച്ചിക്കണ്ണൻ ആരാണ്? ഈ കടച്ചിക്കണ്ണൻ ജനസംഘത്തിന്റെ ഈ കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി. അപ്പൊ കടച്ചിക്കണ്ണന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അയാളും കമ്മ്യൂണിസ്റ്റ്? അല്ല, അദ്ദേഹം പഴയ സംഘത്തിന്റെ ആളുകളാണ്. നമ്മളെ പിന്നെ തളിപ്പറമ്പ് അവിടെ തെരുവില് പിന്നെ സംഘത്തിന്റെ ശാഖയിൽ ആ ശാഖയിൽ കൂടി വന്ന് അങ്ങനെ. കടച്ചിക്കണ്ണൻ എങ്ങനെയാ പപ്പട്ടം പരിചയപ്പെടുന്നത്? കണ്ണേട്ടൻ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ശ്രീകണ്ഠപുരത്ത് ഒരു പിന്നെ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു പിന്നെ തുണിക്കടക്കാരനുണ്ട്. അവിടെ ഒരു പിന്നെ ടൈലർ ഉണ്ടായിരുന്നു. ഒരു പാവാണ് അയാൾ. പക്ഷെ അയാൾ ഭയങ്കര കർശനമായ ഒരു ജനസംഘക്കാരനായിരുന്നു. അയാൾ ഒരാളെ അന്ന് ശരിക്കും അവിടെ ഉണ്ടായിരുന്നു. അയാളാണ് വളരെ സ്ട്രോങ്. അയാളുടെ അടുത്ത് ഈ കടച്ചിക്കണ്ണം വരുമായിരിക്കും. കടച്ചിക്കണ്ണൻ അവിടെ വരാറുണ്ട്. പക്ഷെ എനിക്ക് ഈ ഇദ്ദേഹമായിട്ട് നല്ലൊരു ടൈലറായിട്ട് നല്ല ബന്ധം. അദ്ദേഹം ഇങ്ങനെ പറയും. പേര് ഞാൻ ശരിക്കും ഓർമ്മയില്ല, വർഷങ്ങൾ കുറേ ആയില്ലേ. അപ്പോൾ പിന്നെ മൂപ്പര് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളാണ്. ടൈലറിംഗ് ആണ് ജോലി. പക്ഷെ മൂപ്പര് ഇതാ വളരെ സ്ട്രോങ് ആണ് മൂപ്പര്. മൂപ്പര് എത്ര ആൾ എതിർത്താലും മൂപ്പര് ഒരു നേരിടും. അങ്ങനെ അയാളുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. അതെ അതെ അതെ. അങ്ങനെ ചർച്ച ചെയ്ത് അപ്പം കണ്ണട്ടൻ ഈ ഇങ്ങനെ അന്വേഷിക്കും എവിടെയാണ് ആളുള്ളത്. ഇത് സംഘടനയിൽ ആളെ എടുക്കട്ടെ. അങ്ങനെയുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ണട്ടൻ പിന്നെ മെല്ലെ വന്ന് പരിചയപ്പെട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അപ്പം നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് പിന്നെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അങ്ങനെയാണ് ഈ പിന്നെ ജനസംഘത്തിന്റെ ലൈൻ. പിന്നെ നമ്മുടെ ഇതേണ്ടല്ലോ മാരാർജിയൊക്കെ ഇപ്പോൾ ഇവിടെ KG മാരാർജി. ഇപ്പോൾ ജനസംഘത്തിന്റെ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന മുഖം മാരാർജി ആയിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ പിന്നെ മാരാർജി ഇങ്ങനെ ഒരു. അപ്പോൾ നിങ്ങൾ ഈ കണ്ണേട്ടനിലേക്കും KG മാരാറിലേക്കും ഈ ടൈലർ വഴി എത്തുന്ന വിവരം മാതാപിതാക്കൾ അറിയുന്നുണ്ടോ? ഇല്ല, അവരറിയുന്നില്ല. അവരെപ്പോഴാണ് അറിയുന്നത്? അവർ പിന്നെ വളരെ വൈകിട്ടാണ് അറിയുന്നത്. അതുവരെ രഹസ്യമായിട്ട് ഇങ്ങനെ പോകും, മറ്റേ ഓരോ കാര്യങ്ങളൊക്കെ നടത്തും. ഈ ഇങ്ങനെ ഒരു വഴിയിലേക്ക് തിരിയുന്നുള്ള കാര്യമൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. അറിഞ്ഞത് അത്
1968 ഈ സംഘത്തിന് OTC എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാഥമിക ശിക്ഷാ ശിബിരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫീസേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നാണ് അതിൻ്റെ പേര്. പ്രാഥമിക ശിക്ഷ അത് ഏകദേശം 1 മാസത്തോളം ഉണ്ടാവും. അത് പാലക്കാട് മൂത്താന്തറയിൽ കർണകായമ്മൻ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംവിധാനമുണ്ട്. അവിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണട്ടൻ അതിലെ കൂടിയിട്ട് ഇതിൻ്റെ പ്രവേശനം. അപ്പോൾ OTCക്ക് പോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി? OTCക്ക് പോകാൻ വീട്ടുകാരറിഞ്ഞോ? ഇല്ല, അറിയിക്കാതെ വീട്ടുകാരറിഞ്ഞിട്ടേ ഇല്ല. വീട് വിട്ടിട്ടങ്ങ് പോയി. വീട് വിട്ടിട്ട് പോയിട്ട് ഇക്കാരണം 1 മാസം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഡ്രസ്സ് എടുത്തിട്ട് അത് മാത്രമല്ല, അതിൽ വേറൊരു രസകരമായ ഒരു സംഗതിയുള്ളത്, ഈ ജനസംഘത്തിൻ്റെ ചെറിയ മീറ്റിംഗ് തളിപ്പറമ്പിലൊക്കെ നടത്തുമ്പോഴേ ഈ പോകാൻ പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ചെവിയിൽ കടുക്കലുണ്ട്. അന്ന് നമ്പ്യന്മാർക്കൊക്കെ സ്വർണ്ണത്തിൻ്റെ കടുക്കലുണ്ട്. 2 കടുക്കൽ അതിങ്ങനെ തെളിയും, ഇങ്ങനെ പ്രകാശിക്കും. 2 കടുക്കലുണ്ടായിരുന്നു. ഒരു ദിവസം തളിപ്പറമ്പിൽ പോകണം, ബസ്സിന് പൈസ ഇല്ല. ഞാൻ എന്നിട്ട് അടുത്ത് നമ്മളൊരു സുഹൃത്തുണ്ട് ജ്വല്ലറി പണിയെടുക്കുന്നത്, ചെറിയ പണി. ഞാൻ പറഞ്ഞു അതിങ്ങനെ 2 കഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു പൈസ. അതുകൊണ്ടാണ് ഈ OTCക്ക് പോയത്. OTCക്ക് പോയത് അതല്ല, അതുകൊണ്ടല്ല. ഈ തളിപ്പറമ്പിലെ OTCക്ക് പോയത് അതുകൊണ്ടല്ല. ഈ തളിപ്പറമ്പിൽ ഈ ജനസംഘത്തിൻ്റെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട് ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാനിത് കഴിച്ചു കൊടുത്തിട്ട് ഇത് പോയിട്ടുണ്ട്. വില വിറ്റിട്ടാ, പണയം വെക്കാൻ മാത്രമുള്ള അത്രയൊന്നും ഇല്ലെന്നേ, ചെറിയ മുട്ടല്ലേ. അങ്ങനെ പോയിട്ട് OTCക്ക് പോയി. അപ്പോൾ OTCക്ക് പോകുമ്പോൾ ചോദിക്കൂലേ? ചോദിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു അത് വേറെ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു. അത് അവരത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അത്. കാരണം ഇത് പെട്ടെന്ന് മനസ്സിലാവും, ഇത് ഗുളിയുന്നില്ലല്ലോ. സ്ഥാപനം എന്തോ ഒരു ദേഷ്യമൊന്നും വന്നില്ല. ദേഷ്യം വന്നു അടിക്കുക അങ്ങനെ അടിയൊന്നുമില്ല. ഈ പാലക്കാട് OTCക്ക് പോയവർ എപ്പോഴും അറിഞ്ഞത്? ശരിക്കും അത് ശരിക്കും പിന്നീട് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഞാൻ 1 മാസം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. 1 മാസം വീട്ടിൽ നിന്ന് വിട്ടുനിന്നത് അവരെ വിഷമിപ്പിച്ചില്ല? 1 മാസം വിട്ടുന്നപ്പോൾ നമുക്കൊക്കെ നല്ല വിഷമമുണ്ട്. അവർ അന്വേഷിച്ചില്ലേ ഇതെവിടെയാ പോയത്? അന്വേഷിച്ചിന് ഈ കർണാടകനൊക്കെ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് വിവരം കിട്ടിയില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി ഉണ്ടാവില്ലേ? വിഷമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിചയം അവർക്കുള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആ വഴിക്ക് പോകുന്നു എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അത് പിന്നെ അങ്ങനെ OTC കഴിഞ്ഞു. OTC കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് പിന്നെ കിട്ടിയത് സംഘത്തിൻ്റെ ഒരു പ്രചാരകനായിട്ട് ഏഴിമല. ഏഴിമല. അപ്പോൾ ഏഴിമലയിൽ നേവൽ അക്കാദമി ഒന്നും വന്നിട്ടില്ല. അവിടെ മലയുടെ മേലെ കുറച്ച് ആളുകളുണ്ട്, താഴെ താഴ്വാരത്തിൽ കടൽ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ മലയുടെ ഒരു ഭാഗത്ത് ഈ നടരാജഗുരുവിൻ്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. സർവമത സമ്മേളനമൊക്കെ നടന്ന സ്ഥലമാണ് നടരാജഗുരുവിൻ്റെ. അങ്ങനെ അതാണ് ആ മല. അവിടെയാണ് പ്രചാരകനായിട്ട്. അതും അധികകാലമില്ല, എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷം തന്നെ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് പറഞ്ഞത് ഇയാൾ അവിടെയല്ല പറ്റുന്നത്, ഇയാൾ രാഷ്ട്രീയത്തിന് പറ്റുന്ന ആളാണ് എന്നുള്ള കണ്ണാട്ടൻ്റെ ഒരു നിരീക്ഷണത്തിൽ കണ്ണാട്ടൻ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട്, സംഘത്തിൻ്റെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഈ മൂപ്പരെ ജനസംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കൊണ്ടുവരണം, മൂപ്പര് അവിടെയാണ് പറ്റുക എന്നുള്ള രീതിയിൽ. അങ്ങനെ കണ്ണൂർ അസംബ്ലി മണ്ഡലം ഉണ്ടല്ലോ, അന്നത്തെ ഇന്നും മാറ്റമുണ്ട്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഈ RSSൻ്റെ പരിശീലനമായിട്ട് മറ്റു പല സ്ഥലത്തും പോയിട്ടില്ല. ഈ ഏഴിമല മാത്രമല്ലല്ലോ അല്ലല്ല ഏഴിമല പ്രചാരകനായിട്ട് പോയി. പിന്നെ ആ സംഘത്തിൻ്റെ ശാഖ OTC കഴിഞ്ഞ് വന്നതിന് ശേഷം കാഞ്ഞിലേരി, ശ്രീകണ്ഠപുരം, കോട്ടൂർ സ്ഥലത്തൊക്കെ ശാഖ തുടങ്ങിയിരുന്നു. കോട്ടൂരൊക്കെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. അവിടെ ആ പിന്നെ കോട്ടൂർ ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പറമ്പിലായിരുന്നു. കുട്ടികൾ, ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ശാഖ പരിപാടികൾ, കളികൾ, പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ആയിട്ട് നടന്നു. അത് അവിടെ ആളുകളത് തടസ്സപ്പെടുത്തിയിരുന്നു. ഒരു തവണ ഞാൻ തന്നെ അവിടെ പോയി, ആ ശാഖയിൽ പോയപ്പോൾ വലിയ ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ കുറച്ച് കുട്ടികളും കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് വട്ടത്തിലിരുന്ന സമയത്ത് പിന്നെ അത് കയ്യേറിയിട്ടുണ്ട്. വെറുതെ ബഹളം ഉണ്ടാക്കി ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിട്ട് വന്ന് പിന്നെ കയ്യേറിയിട്ടുണ്ട്. ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചിട്ടില്ല, പക്ഷേ ഇരിക്കുന്ന ഇവിടെ കലങ്കോലമാക്കിയിട്ടുണ്ട് അവിടെ. പക്ഷെ ഞങ്ങൾ പിന്നെ അന്ന് വളരെ സമാധാനത്തിൽ പിന്നെ അതൊരു കൂടുതൽ അത്രമാത്രം ശക്തിയില്ല. ഇതൊക്കെ പ്രാരംഭ ദിശയിലാണല്ലോ. അങ്ങനെ ജനസംഘത്തിൻ്റെ ചുമതലയിലേക്ക് വന്നു. RSS നിന്ന് ജനസംഘത്തിലേക്ക്. എന്നിട്ട് ആദ്യം മത്സരം ഇല്ല, കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ സംഘടനാ സെക്രട്ടറി.
കണ്ണൂരും കാസർഗോഡും ഇല്ല കണ്ണൂർ അസംബ്ലി ആദ്യത്തെ നിയമനം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിലുള്ള ആദ്യത്തെ നിയമനം ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള ഒരു പദം, അതായത് ഫുൾ ടൈം വർക്കർ, മുഴുവൻ സമയം വീടെല്ലാം വിട്ടിട്ട് ഫുൾ ടൈം. അപ്പോൾ താമസമൊക്കെ എവിടെയാണ് അന്നേരം? താമസം നമ്മുടെ ഇവിടെ AKG ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു വാടക കെട്ടിടം ഉണ്ടായിരുന്നു, ചെറിയ കെട്ടിടം. അതിൻ്റെ മേലെ ആണ് പിന്നെ ഒരു ജനസംഘത്തിൻ്റെ കൊടിയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോള്, അങ്ങേയറ്റത്ത് ഒരു സ്ഥലത്ത് കിടക്കും, ഇങ്ങേയറ്റത്ത് വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെല്ലാം ചെല്ലുമ്പോൾ അച്ഛനും അമ്മയെല്ലാം ചോദിക്കും ഈ പണി നിനക്ക് പറ്റുമെന്നു ചോദിക്കുമോ? അല്ല, അവർ അതിന് പിന്നെ അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇതൊരു പൊതുപ്രവർത്തനമായിട്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് പോയി എന്നുള്ളതല്ലേ. പക്ഷേ നമുക്കൊക്കെ അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം അവർ കാണുന്നത് എന്താ, വന്നു പിന്നെ ഇത് കഴിഞ്ഞു, എന്നിട്ട് ഒരു വിവാഹ ജീവിതം, വന്നിട്ട് കുടുംബജീവിതം, തൊഴിൽ, അങ്ങനെയൊക്കെ ഒരു സങ്കല്പം അവർക്കുണ്ടാവുമല്ലോ. പക്ഷേ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് അവർക്ക് അറിയാം ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും, അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴും അങ്ങനെ ഒരു കടുത്ത എതിർപ്പ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല, ഇന്നത്തെ പോലെ ഒരു അങ്ങനെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷവും ഇല്ല. അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യമേ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ അപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ നാരായണൻ നമ്പേരുണ്ട്, ഈറ്റിശ്ശേരി കുറ്റിയാട്ട് നാരായണൻ നമ്പേര്, അവരൊക്കെ മുഴുത്ത സഖാവാണ്. ചായപ്പൊടിയിലൊക്കെ ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദപ്രതിവാദം നടത്തുന്ന അവരുടെ മക്കളൊക്കെ ഉണ്ട്. KK ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞ ചോട്ടി അങ്ങനെയുള്ള ഞങ്ങളുടെ ആ ചെറുപ്പക്കാരുടെ ടീമൊക്കെ ഈ ജനസംഘമായിട്ട് കുറച്ച് ഇങ്ങനെ അതെ, ഞങ്ങളിങ്ങനെ ആ ഒരു മനോഭാവം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ കണ്ണൂർ മണ്ഡലം സംഘടനാ സെക്രട്ടറി ആയിട്ട് കുറേ കാലം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഞങ്ങൾക്ക് പുതിയ ചുമതല തരാൻ തുടങ്ങി. പിന്നെ വയനാട് വളരെ അവികസിതമായ ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ ഒരു സൗകര്യങ്ങളുമില്ല. 5 മണി വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ തണുപ്പ് കാര്യങ്ങളും വരും, കോടമഞ്ഞ് വരും. പിന്നെ അങ്ങനെയുള്ള വയനാട് ഉണ്ടായിരുന്നു, വടകര ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ മത്സര രംഗത്തേക്ക് വരുന്നത്? മത്സരരംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് 1987 കൂത്തുപറമ്പിലാണ്, നിയമസഭയിലേക്ക്. അന്നാരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? KP മമ്മു മാഷും P രാമകൃഷ്ണൻ. KP മമ്മു മാഷ് പഴയ മറ്റേ അദ്ദേഹം ജയിച്ചത്. പിന്നെ P രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. ജനസംഘത്തിന്റെ ഫസ്റ്റിലത്തെ മത്സരമാണ് അവിടെ. ആദ്യം മത്സരിക്കുന്നത്. എപ്പോഴാണ് ഈ BJP-യിലേക്ക് എത്തുന്നത്? അല്ലല്ല, ഇത് BJP-യിലാണ് ഞാൻ പറഞ്ഞത്. BJP-യിലാണ് മത്സരം. ജനസംഘം ജനസംഘത്തിൽ മത്സരമില്ല. BJP-യിൽ എത്തിയതിന് ശേഷമാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത് 1987. ജനസംഘം പിന്നീട് അങ്ങനെ പോയി. ഇതിന്റെ ഇടയ്ക്ക് ജയിൽവാസം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഏത് കാലഘട്ടം? അത് ജയിൽവാസം ഉണ്ടായിരുന്നത് തിഹാർ ജയിലിലും അതുപോലെ തന്നെ വിയ്യൂർ ജയിലിലും. തിഹാർ ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ജനസംഘത്തിലുള്ള സമയത്താണ്. ആരൊക്കെയാണ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്? അന്ന് പിന്നെ എന്തായിരുന്നു ആ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം? അല്ല, അത് പിന്നെ ഈ ബംഗ്ലാദേശ് യുദ്ധം വരുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ പിന്നെ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം, പാകിസ്ഥാൻ്റെ ഭരണത്തിൽ നിന്ന് വിട്ട് സ്വതന്ത്രമാവാന്നതിന് വേണ്ടിയിട്ടുള്ള മുക്തി വാഹിനി എന്ന് പറഞ്ഞൊരു സ്വകാര്യ ഒരു സംഘവും ഉണ്ടായിരുന്നു. പോരാളികളാണ് അവർ. അപ്പം നമ്മളുടെ സൈന്യം അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരുന്നിരുന്നു. നമുക്കാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ജനസംഘം ഒരു തീരുമാനമെടുത്തു, പിന്നെ ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം, ബംഗ്ലാദേശിൻ്റെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാ പിന്തുണയും കൊടുക്കണം. ആ പിന്തുണ കൊടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രക്ഷോഭം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിൽ കുറേ ദിവസമായിട്ട്, ഓരോ ദിവസവും പല സ്റ്റേറ്റിൽ നിന്നും ഓരോ സ്റ്റേറ്റിൽ നിന്നായിട്ട് നിരോധനാജ്ഞ ലഭിച്ച് പാർലമെൻറ്റ് മാർച്ച് നടത്തും. പാർലമെൻറ്റ് മാർച്ച് നടത്തി കഴിഞ്ഞാൽ അറസ്റ്റ് നടക്കും. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ശിക്ഷ കൊടുക്കും. ശിക്ഷ കൊടുത്ത് പുറത്ത് വിടുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ വരുന്നത് അവിടത്തേക്കുള്ള റെയിൽവേ ടിക്കറ്റും ഗവൺമെൻറ് കൊടുക്കും. അന്നത്തെ രീതി അതായി തിരിച്ചു വരാനുള്ള. അങ്ങനെ പോയി അന്നത്തെ ഞങ്ങളുടെ ബാച്ച് ജനാധിപത്യത്തിന് വലിയൊരു മൂല്യം തന്നെയായിരുന്നു. അന്നത്തെ ഒരു കാലഘട്ടം. സമരം ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് തിരിച്ചു. ടിക്കറ്റ് പിന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വരെ തിഹാർ ജയിലിൽ? ഇല്ല, 48 മണിക്കൂർ അത്രേ ഉള്ളൂ അന്ന് കിടന്നത്. അപ്പോൾ അത് നമ്മുടെ പരമേശ്വരജി ആയിരുന്നു അന്ന്. പിന്നെ ഞങ്ങളുടെ ആ സമരത്തിൻ്റെ നേതാവ് പരമേശ്വരജിയുടെ കൂടെ അന്ന് ഷെജുവൽക്കർ എന്ന് പറയുന്ന ഒരു രാജ്യസഭാ മെമ്പർ മധ്യപ്രദേശിൽ. കാരണം പരമേശ്വരജി ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, പ്രധാനമായിട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. കുറേ ആളുകളുണ്ടായിരുന്നു. ഈ കർണാടകമൊക്കെ ഉണ്ട്, കടച്ച് കർണാടകമൊക്കെ ഉണ്ട്. അങ്ങനെ പോയി പിന്നെ ആ സമരത്തിൽ പങ്കെടുത്ത് അവിടെ വന്നു. പിന്നീട് ഉള്ള പ്രധാനമായ ജയിൽവാസം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കെതിരായ സമരം. അത് നല്ലൊരു സമരമായിരുന്നു. അതിലാണ് കൂടുതൽ കാലം. എത്ര കാലം കിടക്കേണ്ടി? അത് 15 മാസം.
വിയൂർ സെൻറ്റർ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അന്ന്? അന്ന് കാര്യമായിട്ട് നമ്മുടെ മുകുന്നേട്ടൻ ഉണ്ടായിരുന്നു, പി മുകുന്നേട്ടൻ. പിന്നെ സംഘത്തിൻ്റെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ PK അപ്പക്കുട്ടൻ, പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നിങ്ങളോടൊപ്പമാണ്? അല്ലല്ല, ഈ അടിയന്തരാവസ്ഥക്കെതിരായി നിന്ന സമരത്തിൽ. അല്ല, അതിനിടയ്ക്ക് M കമലൊക്കെ ഉള്ള ഒരു കാലഘട്ടം ജനതാ പാർട്ടി വന്നത്. ജനതാ പാർട്ടി ഈ അടിയന്തരാവസ്ഥ 75 ജൂൺ മാസം പ്രഖ്യാപിച്ചു. 77 മാർച്ച് 22 മറ്റോ ഇത് കഴിഞ്ഞു. ഈ ജയിലിൽ വെച്ച് തന്നെ പിന്നെ ജനതാ പാർട്ടി ഉണ്ടായി. ജനസംഘമാണ് ജനതാ പാർട്ടി. ജനസംഘം, സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ കുറച്ച് സർവോദയത്തിൻ്റെ ആളുകൾ എല്ലാവരും കൂടി ജനതാ പാർട്ടി ഉണ്ടായി. അത് ശരിക്കും ഈ ജനതാദളിന്റെ ആദ്യത്തെ കോലം. അതെ. അതിനകത്താണ് CK നാണു, M കമലും, നാണൂട്ടനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ജനതാ പാർട്ടി വന്നത് ഈ 77 ഈ അടിയന്തരാവസ്ഥ തീരാനാവുമ്പോഴത്തേനും ജയിലിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ ഓൾ ഇന്ത്യ നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ അതാത് സ്ഥലത്ത് പിന്നെ ചർച്ച ചെയ്തിട്ട് നമ്മൾ ഈ ഒറ്റക്കൊറ്റ വേറെ നിന്നാൽ അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഫോറം ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് ഈ ജനതാ പാർട്ടി ഉണ്ടായത്. ആ ജനതാ പാർട്ടി പിന്നെ ആ 77 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. ഇന്ദിരാഗാന്ധി തോറ്റു, മറ്റേ സഞ്ജയ് ഗാന്ധി തോറ്റു. വലിയ പടക്കുതിരകളെല്ലാം പരാജയപ്പെട്ട് തകർന്നടിഞ്ഞു കോൺഗ്രസ്. ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ നന്നായിട്ട് വിജയിച്ചു, കർണാടകത്തിൽ വിജയിച്ചു, തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ വിജയിച്ചു. പിന്നെ പക്ഷേ വടക്കേ ഇന്ത്യ മൊത്തം കൊടുങ്കാറ്റ്, ജനതാ കൊടുങ്കാറ്റാഞ്ഞടിച്ച് ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ മൊറാർജി ഭായിയുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയായി. അടൽ ബിഹാരി ആ സമയത്ത് നിങ്ങൾ മത്സരരംഗത്തുണ്ടായിരുന്നു? ഇല്ല, മത്സരിച്ചിട്ടില്ല. മത്സരരംഗത്തില്ല. BJP എത്തിയതിന് ശേഷമാണ് മത്സരരംഗത്ത് വരുന്നത്. 15 മാസം വിയൂർ ജയിലിൽ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. അന്ന് കൂടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരം. അന്ന് സമരം ഇന്നത്തെ പോലെയല്ല, ഒരു വാർത്തയും വരില്ല. പത്രമാരുടെ നിയമമായിരുന്നു. പത്രങ്ങൾ സെൻസറാണല്ലോ, എല്ലാം സെൻസറാണ്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മാത്രമേ വരൂ. ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ത് ചെയ്താലും ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായ സമരം എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ സമരമാണ്. മർദ്ദനം, ജയിൽവാസം, ഒരു കാര്യവും ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറത്തറിയില്ല. അങ്ങനെയുള്ള ഒരു അടിച്ചമർത്തപ്പെട്ട ഇരുണ്ട ഒരു കാലഘട്ടമാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് സമരം, ലോക സംഘർഷ സമിതി ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോടെ. ഇവിടെ MP മൻമഥൻ സാറായിരുന്നു ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതല. അപ്പം ഞങ്ങളൊക്കെ, ഞാൻ തൃശ്ശൂർ ജില്ലാ സംഘടനാ സെക്രട്ടറിയായിട്ട് അന്ന് നിൽക്കുക, പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ കേരളത്തിലെ ലോക സംഘർഷ സമിതിയുടെ ചില യോഗങ്ങൾ തമിഴ്നാട്ടിലാണ് നടക്കുക. കാരണം കരുണാനിധി എന്നുള്ള, അപ്പോൾ അവിടെ സുരക്ഷിതമുണ്ട്. അത് പഴനിയിലൊക്കെ നടക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പിന്നെ മൻമഥൻ സാറ് അങ്ങനെ KSRTC ബസ്സിൽ കയറി എപ്പോഴും കക്ഷത്തിലൊരു ചെറിയൊരു ബാഗ് ഉണ്ടാവും, പിന്നെ ഒരു ഷോളും ഉണ്ടാവും. ശരിക്കുള്ള ഒരു നേതാവ്, ഒരു ഗാന്ധിയനാണ് അദ്ദേഹം. അങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അടുത്ത് ചായപ്പിടിയിൽ പോയി ചായയെല്ലാം വാങ്ങിച്ച് കൊടുത്ത് പഴനി ബസ് ഉണ്ടാവും, ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ. അന്നേരമാണ് ഈ സമരം വന്നത്. ഓൾ ഇന്ത്യ സമരമാണ്. ആ സമരത്തിൽ നന്നായിട്ട് പിന്നെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ വീണ്ടും നമ്മൾ BJP നിലക്ക് നല്ല ഇത് വരുന്നു. പിന്നെ മത്സരരംഗത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി വന്നു. ജനതാ പാർട്ടിയിൽ 1980 ഏപ്രിൽ 6 തീയതി ജനതാ പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ജനസംഘം ഗ്രൂപ്പ് പുറത്ത് വന്ന് BJP ഉണ്ടായി. പിന്നെ BJPയിൽ വന്നതിന് ശേഷമാണ് താങ്കൾ മത്സരം. നിയമസഭയിലൊക്കെ ഏതൊക്കെ സ്ഥലത്തുനിന്ന് മത്സരിച്ചിട്ടുണ്ട്? നിയമസഭയിൽ 2000 ഞാൻ പ്രസിഡന്റ്. കൂത്തുപറമ്പ് 87. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് മത്സരിച്ചു. ജയിക്കും ജയത്തിൻ്റെ എത്തിയതാണ്. ഈ സമയത്ത് BJPയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നു, ജില്ലാ പ്രസിഡന്റ് ആവുന്നു, സംസ്ഥാന സെക്രട്ടറി ആവുന്നു, ജനറൽ സെക്രട്ടറി ആവുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു, അല്ലേ? അതിനിടയിൽ ഈ പറയുന്ന മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു, കൂത്തുപറമ്പിൽ മത്സരിക്കുന്നു. കൂത്തുപറമ്പ്, മഞ്ചേശ്വരം, പിന്നെ വരുന്നത് കുന്നമംഗലം, കോഴിക്കോട്. 2 തവണ മത്സരിച്ചു. പാർലമെന്റിലേക്ക് മത്സരിച്ചത് പാർലമെന്റ് മത്സരിച്ചത് കേരളത്തിലെ ഏകദേശം ഇനിയിപ്പം കുറച്ചേ ബാക്കിയുള്ളൂ. അതെ, എല്ലാ മണ്ഡലങ്ങളും മത്സരിച്ചിട്ടുണ്ട്. അതല്ല, മത്സരിക്കാൻ ആളെ കിട്ടാത്ത കാലം ഇത്. അന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൈസ ഉണ്ടാവില്ല, യാത്ര ചെയ്യാൻ വാഹനം. കഷ്ടപ്പാട് തന്നെയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്ത് ഇത്ര കരുത്തുള്ള ഒരു നാട്ടില്
ഇങ്ങനെ ഈ തോക്കുന്ന സീറ്റിലല്ല ഇങ്ങനെ മത്സരിച്ച് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു, എനിക്ക് ഇടതുപക്ഷത്ത് തന്നെ നിന്നാ മതിയായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, കാരണം ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബ പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇല്ല, എനിക്ക് അതല്ല, ജനസംഘത്തിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ജനസംഘത്തിൽ എൻ്റെ പ്രവർത്തനത്തിന് വലിയൊരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു വലിയ ഊഷ്മളത ഉണ്ടായിരുന്നു ജനസംഘത്തിൻ്റെ പ്രവർത്തനം. അതിൻ്റെ അകത്തെ നേതാക്കന്മാർ ഇപ്പോൾ പിന്നെ നമ്മുടെ പരമേശ്വരജി, രാജേട്ടൻ, രാമപിള്ള സാറ്, പിന്നെ ഒ രാജഗോപാൽജി, ഇവിടെയാണെങ്കിൽ നമ്മുടെ കണ്ണൂരിൽ പിന്നെ കടച്ചി കണ്ണട്ടൻ, അങ്ങനെയുള്ള ഈ കടച്ചിന്ന് എങ്ങനെ പേര് വീട്ടുപേരായിരിക്കും. പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ ആ കുടുംബ ബന്ധത്തിന്റെ ഒരു ഊഷ്മളതയാണ് അതിനകത്ത്. അതുകൊണ്ട് ഈ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് അതുകൊണ്ട് അയ്യോ എനിക്ക് മറ്റേതിന് അങ്ങനെയില്ല. പക്ഷെ ഇത് കഷ്ടപ്പാടാണ്, ഒരു തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, കാസർഗോഡ് പാർലമെന്റിൽ എപ്പോഴെങ്കിലും അക്രമങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ ഇടതുപക്ഷ സംഘടനകളിൽ? അക്രമത്തിനില്ല. ഞാൻ പഴയ വീടില്ലേ വഴിക്കോട്ടെ, ഞാൻ ഇതിന് മുമ്പ് ആ വീട് അവിടെ ഉണ്ട്. പിന്നെ ഒരു ഒറ്റയടി പാത പോയിട്ട് അവസാനിക്കുന്ന ചെറിയൊരു വീടാണ്. അപ്പോൾ അവിടെ ഒരു അക്രമം നടന്നു രാത്രി. അപ്പോൾ ആരോ DYFI ചെറുപ്പക്കാർ വന്നിട്ടാണ്, ആരാന്നൊന്നും അത്ര ഇതില്ല. അതിവിടെ ഇതിൻ്റെ അടുത്തൊരു DYFIയുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. കൊന്നത് പിന്നെ സംഘത്തിൻ്റെ ആളുകളാണെന്നാണ് പൊതുവെ പ്രചരണം വന്നത്. അതിൻ്റെ റിയാക്ഷനായിട്ടായിരിക്കാം വീടിൻ്റെ അത് ചില്ലൊക്കെ അടിച്ച് തകർത്ത് സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ ഇല്ല. ഞാൻ BJPയുടെ രാജ്നാഥ് സിംഗ് ഓൾ ഇന്ത്യ പ്രസിഡൻ്റാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി എറണാകുളത്തുണ്ടായിരുന്നു, സംസ്ഥാന കൗൺസിൽ സമ്മേളനം. അതിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോഴാണ് പിന്നെ ഇവർ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഇവിടെ രാത്രി വന്നിട്ട് എല്ലാം പിന്നെ കുറേ മുൻഭാഗം സൈഡിലൊക്കെ ഉള്ള ചില്ലുകളൊക്കെ പൊളിച്ചിരുന്നു. വേറെ ആക്രമണം ഉണ്ടായില്ല. വീട്ടിൽ ഭാര്യയും എൻ്റെ 2 പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ. ഈ മത്സരങ്ങളുടെ കഥയൊക്കെ വരുന്നു. അപ്പം ഒന്ന് വിവാഹ ജീവിതം എങ്ങനെയാണ് അപ്പോൾ കടന്നു വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക്? അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പിന്നെ BJPയിൽ വന്നു. പിന്നെ ഈ ഫുൾ ടൈം വർക്കർ എന്നുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് കുറച്ച് കാലം മാറി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ആണ് പറഞ്ഞത് അങ്ങനെ മാറാനുള്ള കാരണം അല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒരു വലിയ നിർബന്ധം. അമ്മക്ക് എന്നെ കുറിച്ചിട്ടൊരു വിഷമമുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ അനുജന്മാരും എല്ലാവരും വിവാഹം കഴിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഞാനിങ്ങനെ നടന്ന് അപ്പോൾ എനിക്ക് എൻ്റെ ഭാവി എന്തോ കുറച്ച് മോശമാവോ, അപകടപ്പെടും, ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമല്ലോ എന്ന് അമ്മക്കൊരു ആശങ്കയിലായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു നിർബന്ധം വന്ന് അങ്ങനെയാണ് അത് വിവാഹത്തിലേക്ക്. വിവാഹയുടെ ഭാര്യ ഇവിടെ എവിടെയാണ് ശരിക്കും? ഭാര്യ ഇവിടെ ചെമ്പിലോട്. ഭാര്യയുടെ പേര് ബീന പള്ളി. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? അത് അന്വേഷിച്ചിട്ട് തന്നെയാണ്. അറേഞ്ച്ഡ് മാരേജ്. എങ്ങനെ നിങ്ങൾ ഈ അഴീക്കോടൊക്കെ എത്തിപ്പെടുന്നത്? അല്ല, അഴീക്കോട് ഭാര്യ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ. അത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇല്ല, കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ അഴീക്കോട് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടി, ക്ലർക്കായിട്ട് ജോലി കിട്ടി. അങ്ങനെ പിന്നെ ഇവിടുന്ന് അവർക്ക് നല്ലൊരു ബാങ്കാണത്, നല്ല പിന്നെ ബ്രാഞ്ചും കാര്യങ്ങളും നല്ല ഒരു ഫസ്റ്റ് ഗ്രേഡ് ബാങ്കാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇവിടെ സെറ്റിലാവുന്നത്. അങ്ങനെ ഇവിടുത്തെ ബ്രാഞ്ചുകളിലേക്കൊക്കെ മാറ്റം കിട്ടും, വേറെ എവിടെയും കിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ താമസാക്കി. ഇതൊരു 10-15 വർഷമായി പോകും. അല്ല, പിന്നെ എപ്പോഴാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്കും വിഷമം തന്നെ. ഞാനിങ്ങനെ പോകും സഞ്ചി എടുത്തിട്ട്. അപ്പോൾ കുട്ടികളെ സഞ്ചി ഉണ്ടാകും, ഒരു സൈഡിൽ സഞ്ചി ഉണ്ടാവും. അത് പിന്നെ രാത്രി വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചാലേ ഇവിടുന്ന് തന്നെ ഞങ്ങൾ അവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഭാര്യയ്ക്ക് ജോലി കിട്ടിയതിന് ശേഷം കച്ചേരിപ്പാറയിൽ മഠത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ മീറ്റിങ്ങുകളുണ്ടാവും. അപ്പോൾ വൈകുന്നേരം സന്ധ്യക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമുക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണമൊക്കെ തോന്നും. പക്ഷേ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങും, സഞ്ചി നോക്കി എടുത്തിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. അഴീക്കൽ നിന്ന് വരുന്ന ബസ് കാത്തിട്ട് എന്നിട്ട് ആ ബസ്സിൽ കയറും, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങും. ഒന്നും ഉണ്ടാവില്ല, റിസർവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടിക്കറ്റ് എടുക്കും. രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ ഒന്നിക്ക് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും അടുത്ത ബസ് പിടിക്കാൻ വേണ്ടി. അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് മീറ്റിങ്ങിന് ഉണ്ടാവും. അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ ഇവിടെയൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ആ മീറ്റിങ്ങിലേക്ക് പോവാണ്, ഒന്നും മാറ്റി വെക്കില്ല. അതൊക്കെ രാത്രി 2 മണിക്കൊക്കെ ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ട്. പിന്നെ അന്ന് KSRTC വളരെ മോശമാണ്. ഇപ്പോൾ കോട്ടയത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ രാത്രി 2 മണിക്ക് നിൽക്കുമ്പം ഒരു ബസ്സിങ്ങനെ വരും. അവിടെ പോയി നിർത്തുമ്പോൾ ഞങ്ങൾ ഈ യാത്രക്കാരെല്ലാം കൂടി ഇങ്ങനെ പോയിട്ട് നോക്കും ബസ്. അപ്പോൾ അത് കോട്ടയായിരിക്കില്ല. നല്ല രസകരമായ ഇന്നത്തെ ഈ ഹൈടെക് യുഗത്തിൽ ഇതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ രസം. ഓടിപ്പോയി നോക്കും, ബോർഡ് നോക്കാൻ തിരിച്ചു വരും. അന്നത്തെ കാലം എങ്ങനെയാണ്. എന്നിട്ട് വെളുപ്പിന് ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങും. അവിടെ പിന്നെ പരിപാടികളൊക്കെ പങ്കെടുക്കും.
ഭയങ്കര രസമാണ്. ഈ ഇത്രയൊക്കെ പണിയെടുത്തിട്ടും ഈ BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു വേര് വേണ്ടത്ര ഉണ്ടാക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. അല്ല, വേരുകളൊക്കെ ഉണ്ട്. പക്ഷേ വിജയിച്ച് വരണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാതെ പറ്റില്ല. വേരുകളൊക്കെ. ഈ സംസ്ഥാന പ്രസിഡന്റായി ദീർഘകാലം ഉണ്ടായിരുന്നല്ലോ താങ്കൾ? 6 വർഷം ഉണ്ടായിരുന്നു. 6 വർഷം. വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മൊത്തം ഞാനിവിടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. ആ കാലഘട്ടം എങ്ങനെയാണ്? ആ കാലഘട്ടം BJP പൊതു സമൂഹത്തിൽ BJP എന്ന് ഒരു വരാൻ തുടങ്ങിയത്. അറിയും BJP ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു മുഖവും ഒരു പ്രധാനമല്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട്. സാധാരണ ഈ സംഘ നേതാക്കളൊക്കെ ഭയങ്കര ഗൗരവക്കാരാണ് പൊതുവെ. നമ്മൾ കാണുന്ന RSSന്റെ ആളുകളൊക്കെ അവർ കുറച്ച് ചിരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ രാഷ്ട്രകാര്യങ്ങൾ ആലോചിച്ച് ഈ ശരിക്ക് RSS ആണോ അല്ല ഈ RSS ആയാണോ പ്രവർത്തിക്കാൻ സുഖം, BJP ആണോ പ്രവർത്തിക്കാൻ സുഖം? BJPയിൽ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ, അപ്പോൾ അതിൽ ചർച്ചകൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും. RSSനോ? അല്ല, RSSന്റെ പ്രവർത്തന രീതി എന്ന് പറയണം. പക്ഷേ എനിക്ക് കൂടുതൽ താല്പര്യം ഈ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് കയ്യിലുണ്ട്, പക്ഷെ പൊളിറ്റിക്കൽ രംഗത്ത് കിട്ടുന്ന ഒരു ഇതില്ലേ, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. RSSന് കുറച്ച് സ്വാതന്ത്ര്യം കുറയും, ഒരു ചട്ടക്കൂട്. അല്ല, അതിന്റെ ചട്ടക്കൂട് കുറച്ച് അതിന്റെ ഫ്രെയിം വർക്ക് അങ്ങനെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊക്കെയുള്ള ഈ RSS BJP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചൊരു സ്വീകാര്യത വരുന്നത്. മുൻകാലങ്ങളിൽ ഒരു അകറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നൊരു പൊതുബോധം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെയാണ് പൊതുസമൂഹം കൽപ്പിക്കപ്പെട്ട ഇതൊരു ഭീകര സാധനമാണ്, ഇതിനെ അടുപ്പിക്കാൻ പറ്റൂല എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്കാളല്ല ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ നേതാക്കളൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെ ഉണ്ടായിരുന്നു? ആളുകൾ നിങ്ങളോടൊക്കെ അങ്ങനെ മിങ്കിൾ ചെയ്യുകയായിരുന്നു? തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള ആള് AKG ആണ്. കാരണം AKG, ഞാൻ ഈ ജയിലിലിരുന്നിട്ട് വിയൂർ ജയിലിലിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പുസ്തകം വായിച്ചിരുന്നു, നോവലുകളും. അന്നാണ് AKGയുടെ ജീവചരിത്രം വായിക്കുന്നത്. AKGയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം 62-ലത്തെ ഇന്ത്യ ചൈന വാറിൻ്റെ കാലത്ത് AKG സുശീല ഗോപാലിനെയും മകള് ലൈലയുണ്ടല്ലോ, ഇവരെ 3 ആളെയും കൊണ്ടിട്ട് അതേ മുറിയിലാണ് ഇരുന്നിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. അവിടുത്തെ ജയിലന്മാർ ആളുകൾ പറയും AKG ഇവിടെയായിരുന്നു. AKGയുടെ ആത്മകഥയുണ്ട്, വായിക്കേണ്ടതാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. പിന്നെ അങ്ങനെ AKGയുടെ ആത്മകഥ വായിച്ചു, AKG അടുത്തറിഞ്ഞു. അപ്പൊ തിരിച്ച് ആ ഒരു കമ്മ്യൂണിസത്തിലേക്ക്, ഒരു ആശയത്തിലേക്ക് വ്യക്തി എന്നുള്ള നിലയിൽ AKG കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയ സംഭവം. AKG ആ കാലഘട്ടത്തിൽ ഏതൊരു വിഷയം, ജനങ്ങളുടെ വിഷയം കേരളത്തിലുണ്ടെങ്കിലും AKG ഇടപെട്ടു എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ സ്വഭാവം മാറും. അങ്ങനെ ഒരു നേതാവ് അമരാവതിയിൽ കൃഷിക്കാർ കുടിയിറക്കപ്പെട്ടപ്പോൾ അവിടെ AKG നടത്തിയിട്ടുള്ള മഴക്കാലമാണ്, തണുപ്പ്, കോച്ചുന്ന തണുപ്പാണ്. അവിടെ AKG നടത്തിയിട്ടുള്ള നിരാഹാര സമരമുണ്ട്. ആ നിരാഹാര സമരം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. PT ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ PT ചാക്കോ AKGയെ കാണണം എന്നുള്ള നിലക്ക് പോകുമ്പം ആളുകൾ പറഞ്ഞു, അനുയായികളും പോലീസൊക്കെ പറഞ്ഞു, അവിടെ ഭയങ്കര പ്രക്ഷുബ്ധമാണ്, AKG നിരാഹാരം കിടക്കുകയാണ് ഇതിന്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രകോപനം. പക്ഷെ PT ചാക്കോ പറഞ്ഞു, ഇല്ല, ഞാൻ പോവും. എന്നിട്ട് അവിടത്തേക്ക് വണ്ടിയിലല്ല പോകുന്നു, വളരെ ദൂരെ വണ്ടി നിർത്തിയിട്ട് നടന്നിട്ടാണ് PT ചാക്കോ പോകുന്നത്. അതാണ് അന്നത്തെ നേതൃത്വത്തിൻ്റെ ഒരു ധാർമ്മികതയുടെ ഒരു സംസ്കാരമാണത്. ഈ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരെ അന്നത്തെ നേതാക്കളെ വെച്ച് കാണുമ്പോൾ ഇന്നത്തെ നേതാക്കളേക്ക് എങ്ങനെ? ഇപ്പം പിണറായി വിജയൻ, അതുപോലെ തന്നെ കോടിയേരി സഖാവ് പോയി, ഇപ്പം പിണറായി, ഗോവിന്ദൻ മാഷി ലെവലിലുള്ള ഇടതുപക്ഷ നേതാക്കളെയൊക്കെ AKGയെ ഇഷ്ടപ്പെടുന്ന താങ്കൾ ഈ നേതാക്കളെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് പിന്നീട് വളരെ ഹൃദ്യമായിട്ട് തോന്നിയത് EK നായനാരാണ്. അപ്പം നായനാരുടെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ നേരെ ഞാൻ വിവാഹം കഴിച്ചത്. CK രാഘവൻ നായനാരുടെ ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നായനാർ മുഖ്യമന്ത്രിയാണ്, പിണറായി വൈദ്യുതി വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്ന കാലം ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയും ഇവിടെ സംഘർഷം നടക്കുന്ന സമയത്ത് ഇടപെടുകയും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലൊക്കെ. അപ്പം നായനാരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ശേഷം പിന്നെ നമ്മൾ കടന്നു വന്ന പിണറായിയായിട്ട് വലിയ ഒരു അടുത്ത ബന്ധം എന്നുള്ള നിലക്കല്ല, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം. ആ രീതി പറഞ്ഞല്ലോ, AKGയെ ഇഷ്ടപ്പെട്ട താങ്കളിൽ ഇന്ന് ഉള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടുള്ള ആ ഒരു സമീപനം മാനസികമായി താങ്കൾ എങ്ങനെയാണ്? അല്ല, ഇന്നിപ്പോൾ ആ ഒരു AKGയെ പോലെ വേറെ ആളില്ലല്ലോ. അന്നത്തെ AKGയെ പോലെ AKG മാത്രമേ ഉള്ളൂ. AKGയോട് തുലനം ചെയ്യാൻ പറ്റിയ
ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ പിന്നെ നമ്മുടെ ഗോവിന്ദ മാഷില്ലേ, എം വി ഗോവിന്ദ മാഷ്, വലിയ അടുപ്പം അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഓരോരുത്തർ പറയുന്ന കാര്യമല്ല ഞാൻ പറയാം. അത് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരിക്കുന്ന കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ തീവണ്ടിയിൽ വന്നിട്ട് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പില്ലേ, ചെറിയ ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ മുന്നിലുള്ള അപ്പോൾ ബസ്സിന് കയറാൻ വേണ്ടി കുറേ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് അവിടെ, ഈ വണ്ടിക്കുന്നത്. മാഷ് സൈഡിലൊരു സഞ്ചിയും തൂക്കിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ കാത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്ക് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വണ്ടി വരും. DC ഓഫീസിൽ നിന്ന് വണ്ടി എത്തും. DC ഓഫീസിൽ നിന്ന് 10 മുതലാളിമാർ വേണമെങ്കിൽ ഒന്ന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ആ 10 ആൾ പിന്നെ വണ്ടി അയക്കും. പക്ഷേ മാഷ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അവിടെ ഇങ്ങനെ ഇതും തൂക്കിയിട്ടേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ബസ് കാത്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു 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 നമ്മുടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമല്ലേ അത്. ബാക്കിയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നേ, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പോൾ വ്യക്തികൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു ആളാണ് ഈ ഗോവിന്ദ. ഇപ്പം പുതിയ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള. പക്ഷേ അദ്ദേഹം സൈദ്ധാന്തികം അധികം പറഞ്ഞിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. കോടിയേരിയെ ഇങ്ങനെ സിദ്ധാന്തം സിദ്ധാന്തം പറയുന്നത് മാഷിക്കത് മനസ്സിലായിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. ഈ ബൂർഷ്വ തൊഴിലാളി ഈ കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ EMS എഴുതിയ പുസ്തകമുണ്ട്, ചെറിയ പുസ്തകം, കൊച്ചു പുസ്തകം, പാർട്ടി ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആ പുസ്തകത്തിലുണ്ട് ആരാണ് ബൂർഷ്വാസി, അതിൻ്റെ വിശദീകരണം. 1 ആരാണ് തൊഴിലാളി, ഇതിങ്ങനെയുണ്ട്, ഇങ്ങനെ ഓരോന്നുണ്ട്. അത് ലളിതമാണ്. അത് കടിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ഈ സാധനം പറയില്ല അല്ലേ. പിന്നെ നമുക്ക് തൊഴിലാളി, മറ്റേ സാർവദേശീയത, പിന്തിരിപ്പൻ, വ്യക്തിപുരുഷം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേന് കേൾക്കുന്ന ആളാകെ ഒരു അമ്പരത്ത് പോകും. ഒരു ചോദ്യം ആളുകൾ ചോദിക്കാൻ വിട്ടുപോയാൽ പ്രശ്നമാണല്ലോ കേട്ടോ. അവിടെ നിങ്ങൾ BJP സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഇങ്ങനെ വന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ഇവിടെയുള്ള ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ചെറിയ ഒരു ഗ്രൂപ്പിസമൊക്കെ ശക്തമായിട്ട് BJPയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല, നിങ്ങളിപ്പോൾ അതിനെ നിഷേധിക്കുകയായിരിക്കും. പക്ഷേ ഗ്രൂപ്പിസം ഇങ്ങനെ ഗ്രൂപ്പുകളായി കളിച്ച് നടക്കാൻ മാത്രം പാർട്ടി വളർന്നിട്ടില്ല. ഇനി വളർന്നാലേ പണി നടക്കുള്ളൂ. ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യും? മക്കളുടെ മൂത്ത ആള് പിന്നെ പ്രിയങ്ക ഇപ്പോൾ ഷാർജയിലുണ്ട്. 2 മക്കളുണ്ട്. അവിടെ ടീച്ചറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു. ഭർത്താവ് നല്ല പിന്നെ രാകേഷ് അവിടെ ഒരു ബാങ്കിങ് സെക്ടറിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ മൂത്ത മോൾ വിവാഹം കഴിച്ചത് അയ്യങ്കാളിയുടെ ഫാമിലിയിൽ നിന്നാണ്. ഒരാൾ കുടുംബത്തിലെ അനിയൻ പോയിട്ട് ഇരിക്കുന്നതിന് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. അയ്യങ്കാളിയുടെ മരുമകളുടെ മകളുടെ മകനാണ് രാകേഷ് എന്ന് പറഞ്ഞാൽ, ഇനി ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം. അതായത് 3 തവണ പാർലമെൻറ്റ് മെമ്പറായിരുന്ന K. കുഞ്ഞമ്പു എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവുണ്ട്. ആ കുഞ്ഞമ്പുവിൻ്റെ മകനാണ് മൂത്താക്കൽ. രണ്ടാമത്തെ ആൾ ശ്രീപ്രിയ. എന്താ ചെയ്യുന്നത്? ഇപ്പം പിന്നെ IT ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഭർത്താവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭർത്താവ് എവിടെയാണ്? അവിടെ തന്നെ, പിന്നെ എടപ്പള്ളി. എറണാകുളം. അതെങ്ങനെയാണ് റിലേഷൻ വന്നത്? അല്ലാതെ നമ്മൾ അറേഞ്ച്ഡ് മാരേജാണ്. ഇന്നത്തെ നമ്മുടെ സമയം തീരുകയാണ്. അവിടെ ഇത്ര ചിരിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ അല്ല മസിൽ പിടിച്ചിട്ട് നമ്മളെ ഞരമ്പിന് കേടുവരുത്തുക എന്നല്ലാതെ വേറെ കാര്യമില്ലല്ലോ. നിങ്ങളെ സ്റ്റൈലും നിങ്ങളെ മുടിയും നിങ്ങളെ ആ നടത്തമൊക്കെ ആളുകൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങളെ ആ ഒരു എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന ഒരു നേതാവാണ് താങ്കൾ. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട് താങ്കൾ കടന്നു പോകുന്ന വഴികൾ പറഞ്ഞല്ലോ. ഈ ബസ്സിന് കാത്ത് നിന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി മീറ്റിങ്ങിന് പോയി, എല്ലാവരും അടുപ്പിക്കാത്തൊരു കാലഘട്ടത്തിൽ സംഘപരിവാറിലൂടെ, അതും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നിങ്ങനെ ഒരു ടൈലറിലൂടെ വന്ന് കണ്ണേട്ടനിലൂടെ വന്നിങ്ങനെ വന്ന് സംസ്ഥാന പ്രസിഡന്റ് ദേശീയ നേതൃത്വത്തിൽ ഇപ്പം നിൽക്കുന്നു. ഇന്നത്തെ പൊതുപ്രവർത്തകരോട് അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇപ്പം താങ്കൾ ധൈര്യത്തിൽ തന്നെ പറയുകയാണ് എനിക്ക് AKG ഇഷ്ടമാണ്. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് വേണമെങ്കിൽ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം വാജ്പേയി ആണെന്നല്ല, താങ്കൾ പറഞ്ഞ AKG എന്ന ആ രാഷ്ട്രീയക്കാരനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണവും താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഈ പുതു തലമുറയോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ചരിത്രബോധം എല്ലാവർക്കും വേണം.
ഉണ്ടോ ഇന്നത്തെ രാഷ്ട്രീയക്കാർ? ഇല്ല, വായനയുണ്ടോ? ഇല്ല, ചരിത്രബോധം വളരെ ആത്മകഥ വായിക്കൂ, നായനാരുടെ ഇത് വായിക്കൂ എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് സംഘപരിവാറിന്റെ നേതാക്കളെ കുറിച്ചല്ല താങ്കൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിത് അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവും അനുഭവം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ല, ഞാനിപ്പം പൊതുരംഗത്ത് ഇത് വരുമ്പോൾ ഇപ്പം സംഘത്തിൻ്റെതായിട്ടുള്ള വളരെ ത്യാഗീവര്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. വളരെ നമ്മൾക്ക് ഒരു, പക്ഷേ അവരുടെ എണ്ണം കേരളത്തിൽ കുറവാണ്. അല്ല, കേരളത്തിലുമുണ്ട്. പക്ഷെ പൊതുവെ അവർ പിന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ പോലെ അറിയപ്പെടുന്നവരല്ല, അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം അവരെ മോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പ്രശസ്തിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലാത്ത രീതിയിലാണ് അവരെ മോൾഡ് ചെയ്തത്. അപ്പോൾ അത് ഉണ്ട്, അത്തരം എത്രയോ ആളുകളുണ്ട് വളരെ നല്ല. എന്താണ് പൊതുപ്രവർത്തകരോട് പറയാനുള്ളത്? പൊതുപ്രവർത്തകന്മാർക്ക് പിന്നെ ഒരു നല്ല ചരിത്രബോധം ഉണ്ടാവണം, നല്ലൊരു സമര ചരിത്രം ഉണ്ടാവണം. അവർക്ക് അതിന് സാധ്യതയില്ലല്ലോ. അവർക്ക് സമരചരിത്രത്തിന് സാധ്യതയില്ല. സമരം ചെയ്യാനുള്ള അവസരം ഇനി ഇല്ല. ആരാ സമരം ചെയ്യുന്നത്? ഇപ്പോഴത്തെ സമരം രാഷ്ട്രീയ നേതാക്കൾക്കോ സമരമുണ്ടോ? ഇപ്പോഴത്തെ സമരം ഒരു വെറും പ്രഹസനമായിട്ടുള്ള സമരങ്ങളാണ്. അതായത് ഈ വെള്ളം ചീറ്റുന്നില്ലേ? അപ്പോൾ എന്നോട്, ഞാൻ തിരുവനന്തപുരത്തൊക്കെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ പറയും, അപ്പോൾ വേട്ട ചീറ്റാൻ പറയട്ടെ. അപ്പോൾ എനിക്കത് മനസ്സിലായി. എനിക്കിത് എന്തായി പറയുന്നു. അപ്പോൾ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ 2 ചീറ്റ് കഴിഞ്ഞ് അത് പത്രത്തിലൊക്കെ വന്നു, ഇതൊക്കെ പിടിച്ചിങ്ങനെ കൊടുക്കണ്ടേ? ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഭാര്യക്കും വല്ല കാര്യമുണ്ടോ? ഒരു നിരന്തരമായ താങ്കൾ പറഞ്ഞ വായന ഉണ്ടെങ്കിലേ ചരിത്രബോധം കിട്ടുള്ളൂ. സമരത്തിനുള്ള സാധ്യത, സമര ചരിത്രം. ആ സമരം എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞത് നല്ല ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് നിരന്തരമായ സമരം നടത്തണം. ഈ ചാനൽ സമരം കൊണ്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കാണുന്ന, ഞാനിപ്പോൾ കണ്ട ഒരുപാട് സമരമുഖത്തേക്ക് പോയിട്ട് പിന്നെ കാണുന്ന ഒരു സംഗതിയാണ്, ക്യാമറ ഓഫായി എല്ലാവരും സ്ഥലപ്പെടും. ഇത് വന്നു കഴിഞ്ഞു, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും തരാട്ടി ഇങ്ങോട്ടും തരാം, ഓക്കെ ഇത് വരേണ്ടതൊക്കെ വന്നു, അവിടെ അവസാനിപ്പിക്കുകയാണ്, പിരിച്ചുവിടുകയാണ്. അപ്പോൾ അങ്ങനെ പോരാ. നാടിൻ്റെ വിവിധ വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം, ആഴത്തിൽ അറിവ് നേടണം. എന്നിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായും ആത്മാർത്ഥമായും വേണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഏത് കാര്യത്തിലും ഒരു ധാർമ്മികത വേണം. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തകരാറ് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷം, സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷം, സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം, അങ്ങനെ ഒരു കലുഷിതമായ ഒരു രീതിയിലേക്ക് പോകാതെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ധാർമ്മിക മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിഹരിക്കും. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. നല്ല രസകരമായിട്ടാണ് പപ്പനോട് സംബന്ധിച്ചു പോയത്. ഏറ്റവും രസകരമായ അനുഭവങ്ങൾ അത് രാഷ്ട്രീയ പ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ട പുതുതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകരോട് അദ്ദേഹത്തിന് പറയാനുള്ളത്, നിങ്ങളെ ആത്മാർത്ഥത കാണിക്കണമെന്നാണ്. നാടകങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടില്ല. ഇത്ര ചിരിച്ച് ഇത്ര സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നത് തന്നെ അദ്ദേഹം ജനമനസ്സുകളിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും വലിയ സന്തോഷം പാപ്പട്ട, ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയോടൊപ്പം വിലയേറിയ താങ്കളുടെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്. ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ എപ്പിസോഡിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ പുതിയൊരു ബോധത്തിനെങ്കിലും ചെറിയൊരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പാപ്പട്ട പങ്കെടുത്തതിന് നന്ദി, നമസ്കാരം.